സ്വർണ്ണക്കൊള്ള കേസിൽ മൂന്നാം പ്രതിയായ എൻ വാസുവിനെ ഇപ്പോൾ പത്തനംതിട്ട കോടതിയിൽ ഹാജരാക്കാനായി എത്തിച്ചിരിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് വാസുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. 2 ദിവസമായി നടന്ന ചോദ്യം ചെയ്യലിന് ഒടുവിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇപ്പോൾ എൻ വാസുവിനെ പത്തനംതിട്ട കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ്. പ്രവീൺ പുരുഷോത്തമൻ എൻ വാസുവിനെ പത്തനംതിട്ട കോടതിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. നേരത്തെ റാന്നിയിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അവിടെ മജിസ്ട്രേറ്റിന്റെ അഭാവം മൂലം പത്തനംതിട്ടയിലേക്ക് മാറ്റുകയായിരുന്നു അല്ലേ? സുജയ അല്പസമയം മുമ്പ് പത്തനംതിട്ട കോടതിയിലേക്ക് എൻ വാസുവിനെ എത്തിച്ചു. വലിയ സുരക്ഷയോടുകൂടിയാണ് SIT പത്തനംതിട്ട കോടതിയിലേക്ക് എൻ വാസുവിനെ എത്തിച്ചത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഇപ്പോൾ മജിസ്ട്രേറ്റിന്റെ മുന്നിലേക്ക് വാസുവിനെ കൊണ്ടുപോയിട്ടുണ്ട്. ഒരുപക്ഷേ ഇന്നിപ്പോൾ റിമാൻഡ് ചെയ്യാനുള്ള സാധ്യതയാണുള്ളത്. കസ്റ്റഡി അപേക്ഷ അന്വേഷണ സംഘം നൽകുമോ എന്ന് നമുക്ക് വ്യക്തമായിട്ടില്ല. അല്പസമയം തന്നെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുന്നതാണ്. നേരത്തെ തന്നെ ഈ എൻ വാസുവിൻ്റെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയായിരുന്നു. അതിൻ്റെ ഒടുവിലാണ് SIT അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതിനുശേഷം പത്തനംതിട്ട കോടതിയിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഈ ഒരു FIR-ൽ അന്ന് രജിസ്റ്റർ ചെയ്ത FIR-ൽ കൃത്യമായും മൂന്നാം പ്രതിസ്ഥാനത്താണ് എൻ വാസു ഉള്ളത്. അത് കട്ടിളപ്പാളി കേസുമായി ബന്ധപ്പെട്ട് അത് സ്വർണം എന്നതിന് പകരം ചെമ്പ് എന്ന് രേഖപ്പെടുത്താനുള്ള ഗൂഢാലോചനയിൽ എൻ വാസുവിന് കൃത്യമായിട്ടുള്ള പങ്ക് ഉണ്ട് എന്ന് ഈ ഒരു ചോദ്യം ചെയ്യലിൽ SITക്ക് ബോധ്യമായിട്ടുണ്ട്.